നിങ്ങൾ എങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? ഞങ്ങൾ പറഞ്ഞതാണ് ശരി, അല്ല ഞങ്ങൾ പറഞ്ഞതാണ് ശരി. ആരുടെ ഭാഗത്താണ് ശരി എന്ന് ഗുരുദേവനോട് ചോദിക്കാം. അതേ ഗുരുദേവനോട് ചോദിക്കാം. തിരുവനന്തപുരത്ത് പട്ടണത്തിലുള്ള ഒരു ക്ഷേത്രത്തിന്റെ അവകാശികൾ തമ്മിലുള്ള തർക്കം തിരിക്കാൻ സ്വാമികളെ ക്ഷണിച്ചിട്ടുണ്ട്. നാം വരേണ്ടതുണ്ടോ? വന്നാൽ വഴക്ക് തീരുമോ? നാം പറഞ്ഞാൽ കേൾക്കുമോ? നിങ്ങളൊക്കെ എപ്പോഴും അവിടെയുള്ളവർ. നാം വല്ലപ്പോഴുമല്ലേ അവിടെ വരാറുള്ളൂ. ഒരുമിച്ച് കഴിയുന്നവർ വേണ്ടേ ഒത്തുതീർപ്പാക്കാൻ? സ്വാമിത്വപാഠങ്ങൾ അവിടെ എഴുന്നള്ളിയാൽ തീർച്ചയായും വഴക്കും തീരും. നിങ്ങൾക്ക് അങ്ങനെയാണോ അഭിപ്രായമെങ്കിൽ നാം വരാം. നമുക്ക് നിശ്ചയമില്ല. അവരാരാ? അവരെന്താണ് ദൂരെ നിൽക്കുന്നത്? അവർക്കും അടുത്തു വരാമല്ലോ. അവർ പുലയരാണ് സ്വാമി. അവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമില്ല. അവർ സ്വാമിത്വപാഠങ്ങളെ കാണാൻ വന്നതാണ്. ഓ, അങ്ങനെയാണോ? അവർ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കണോ? അവരും മനുഷ്യരല്ലേ? അവർക്ക് ശുദ്ധിയുണ്ട്. കുളിച്ചു നല്ല വസ്ത്രങ്ങളും ധരിച്ചിരിക്കുന്നുവല്ലോ. കൊള്ളാം, കാണാനും നന്നായിരിക്കുന്നു. ആരോഗ്യവുമുണ്ട്. നല്ലവണ്ണം പരിശ്രമിക്കുന്നവരുമാണ്. അവരുടെയും തൊഴിലും നല്ലതാണ്. സാധുക്കൾ നന്നായാൽ വേഗം നന്നാവുന്നവരുമാണ്. പുലയരെ ഞങ്ങളുടെ കോവിലിൽ കയറ്റുകയില്ല. ഞങ്ങൾക്ക് വിഷമുള്ള കാര്യമാണ്. തൃപ്പാദങ്ങൾ അങ്ങനെ കൽപ്പിക്കരുത്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ കക്ഷിയിൽപ്പെട്ടവരാണ്. ഓഹോ, അങ്ങനെയാണോ? ഇഷ്ടമില്ലെങ്കിൽ നമുക്കുടനെയാ. നിങ്ങളെക്കോ ഞങ്ങൾ സമ്മതിക്കുകയില്ല. പുലയരെ കോവിലിൽ കടത്താമോ സ്വാമി? ഞങ്ങളുടെ വഴക്കുകാര്യം പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ തമ്മിൽ വഴക്കില്ലല്ലോ. പോരെങ്കിൽ വഴക്ക് തീർന്ന ഏകാഭിപ്രായക്കാരായല്ലോ. പിന്നെ നാം എന്തിനിവിടെ ഇരിക്കുന്നത്? അവരെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കില്ലെന്ന് നിങ്ങൾ തുല്യാഭിപ്രായക്കാരായി. അതുപോലെ യോജിച്ചാൽ മതിയല്ലോ.